ഇപ്പൊ കുറെ ആളുകൾ ബിസിനസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടല്ലോ. അപ്പൊ അവർക്ക് അതിന്റെ റിയാലിറ്റിയും കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി കൊടുക്കണം. എൻ്റെ പേര് ഋതുൽ എന്നാണ്. ഞാൻ എൻ്റെ ഫീൽഡ് എന്ന് പറയുന്നത് ഫിറ്റ്നസ് ആണ്, ഫിറ്റ്നസ് മേഖലയാണ്. അപ്പോൾ നമുക്ക് കമ്പനിയുടെ നെയിം ഏഷ്യൻ ഫിറ്റ്നസ് സിസ്റ്റംസ് ആണ് കമ്പനിയുടെ നെയിം. അപ്പോൾ അതിൽ മെയിനായിട്ട് മാനുഫാക്ചറിങ് ആണ്. എങ്ങനെയാണ് ഈ ഒരു ഏരിയക്ക് ബന്ധപ്പെട്ടത്? അതായത് ഇതെൻ്റെ ഫാദറായിട്ട് തുടങ്ങിയ ബിസിനസ്സാണ്. 1999 സ്റ്റാർട്ട് ചെയ്തതാണ്. സോ പുള്ളി ഒരു ബോഡി ബിൽഡറാണ്, അർജുന അവാർഡ് വിന്നറാണ്. സോ ആൾക്ക് മിസ്റ്റർ ഏഷ്യ എന്നൊരു പദവി കിട്ടിയപ്പോൾ അതിന് പുറമെ സ്റ്റാർട്ട് ചെയ്ത ബിസിനസ്സാണ് ഏഷ്യൻ ഫിറ്റ്നസ് സിസ്റ്റംസ്. അങ്ങനെ 2-3 years ആണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഇതിന്റെ ഉള്ളില് ഈ ഫസ്റ്റ് തന്നെ ഇതിക്ക് വന്നപ്പോ ഉണ്ടായിരുന്ന സ്ട്രഗിൾസും കാര്യങ്ങളൊക്കെ എന്തായിരുന്നു? ലൈഫിൽ ഒരു എന്തായാലും ഡിഫറെന്റ് ആയി പറയുന്നുണ്ടായിരുന്നു. അതെ. അതായത് നമ്മൾ ആദ്യം തന്നെ കയറുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയില്ല. ചെറിയ ചെറിയ കാര്യങ്ങൾ അറിയെങ്കിലും ടെക്നിക്കലായിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് അറിയില്ല. അപ്പോൾ നമ്മള് അതിൽ എത്തിപ്പെട്ട് നമ്മളതിലേക്ക് കയറി ചെല്ലുമ്പോഴാണ് ഓരോ കാര്യങ്ങളും പഠിക്കുക. അല്ലാതെ നമ്മൾ ഓരോന്ന് കേട്ടും അങ്ങനെ പഠിക്കുന്നതിന് പകരം നമ്മള് കേട്ടറിവിനാൾ നല്ലത് കണ്ടിട്ടുള്ള അറിവല്ലേ. അപ്പോ അങ്ങനെ കുറച്ച് സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു. ബട്ട് ഇനീഷ്യലി അത് ഡെവലപ്പായി വരുന്നു. ഈവൺ ആം ലേണിംഗ്. എപ്പോഴും പുതിയ കാര്യങ്ങൾ പഠിക്കാനാണല്ലോ നമുക്ക് താല്പര്യം. അങ്ങനെയായിരിക്കണം. അപ്പൊ ഡെയിലി